സെൻട്രോപ്പ ഗ്രാഫിക്സ് ഇത് എന്തോ രസം നോക്ക്. ഞാൻ പറഞ്ഞില്ല മറ്റേ നമ്മുടെ ഗോസ്റ്റ് ഓഫ് ഫിഷിമ കളിക്കുന്ന ഒരു ഫീല് കിട്ടും. കാരണം ആ മരങ്ങൾ ആടുന്നുണ്ടോ കാറ്റത്ത്? മരങ്ങൾ ആടുന്ന മാത്രമാണോ വെയിലടിക്കുന്നത്, ആ ഷാഡോ നീങ്ങുന്നത്? അതാ പറഞ്ഞേ. ഇതിനൊക്കെ വെള്ളം കുടിച്ചേക്കാം. ഇൻഗെയിം ക്യാമറ ഇതാക്കിയിട്ടുണ്ടോ? ഇൻഗെയിം ക്യാമറ അല്ല, ക്യാമറ അല്ല, മൈക്ക്. ഓ നമ്മൾ പറയുന്നത് ഡെസ്ക്ടോപ്പ് മൈക്ക്. അയ്യോ എടാ അല്ലെങ്കിൽ അതിഞ്ഞിരിക്കൂടാ ഒന്നും മിണ്ടാ. അതാ പറഞ്ഞേ. അല്ല ഞാൻ ആക്സിഡന്റലി അത് ഓഫ് ആയിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അല്ലാന്നാണ് എൻ്റെ ഒരു നിഗമനം. എടാ ഇവിടെ എന്തോ ഉണ്ട്, വാ ഡെസ്ക് ടേപ്പ് കിടപ്പുണ്ട്, വാ. ഇത് നമുക്ക് ഈ പെട്ടി തുറങ്ങുമ്പോഴേ ഇതിൻ്റെ അകത്തൊരു സാധനം കിട്ടും. ഇങ്ക് കിട്ടും, ഇങ്ക്. അതെന്തിനുള്ളതെന്നറിയോ? അത് ഇവനെ കൊല്ലാം. ഞാൻ പറഞ്ഞില്ലേടാ നമ്മൾ കുറച്ച് പോയി കഴിയുമ്പോ ഒരു ഇതുണ്ടെന്ന്, എന്താ പ്രിന്റർ ഉണ്ടെന്ന്. ഇവിടെ നമ്മള് വന്ന ആൾക്കാര് ഇല്ല, ഇവിടെ നമ്മള് വന്ന നിക്കുന്നേ. ഇവിടെ നമ്മൾ വന്ന നീ ഓർക്കുന്നില്ല? അല്ല അതാരാ ആൾക്കാരാണ്? ഒന്ന് നോക്ക്. എടാ ചത്തവരാണ്. ഓ ഞാൻ ഒരു ആർമർ ഉണ്ടാക്കട്ടെ. എൻ്റെ ഇത് അൺലിമിറ്റഡാ. കയറ് മാക്സിമം ആയി എൻ്റെ കയ്യിൽ. എന്തേലും കയറ് മാക്സിമം ആയതോ? എന്താടാ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയില്ല കയറ് കൊണ്ട്. നോക്കട്ടെ. ഇത് 2 ടൈപ്പ് കയറ് രണ്ടായിട്ടാ കിടക്കുന്നുണ്ട്. ആണോ? 9 കയറുണ്ട് എൻ്റെ 10 കയറേ. നിനക്കെന്താ ഒരു കയറ് കയറാത്തെ? എന്താടാ ഈ കയറ് എടുക്ക്. എടാ പച്ച കേൾക്കുന്നല്ലോടാ. ഇല്ല ഞാൻ നോക്കുന്നുണ്ട്. മറ്റേ ഈ കമ്പി എറിഞ്ഞോണോ കേട്ടോ അവന്മാരെ. ഇതിപ്പോ എറിയാ. ഇതിലൊക്കെ കയറാം. ഇവിടെ തുണി കിടപ്പുണ്ടായത് എടുത്തു എല്ലാം എടുത്തു. വവ്വാല ഞെട്ടിപ്പോയി. ടോർച്ച് ഒരാൾ ഉപയോഗിച്ചാൽ മതിയേ. എടാ ഫ്ലെയർ ഉണ്ടല്ലോ അല്ലേ? ഈ ഫ്ലെയർ ഫ്ലെയർ ഉണ്ട്. ഒരുപാടുണ്ടല്ലോ. കേട്ടോ എന്താ ഇതിന്റെ എല്ലാ സാധനവും എല്ലാവർക്കും കിട്ടുന്നോണ്ടേ. 3x5 അത്ര. നീ അടിക്കുന്നുണ്ടോ ടോർച്ച്? ഇല്ല ഇപ്പൊ ടോർച്ച് അടിക്കണ്ട. ഞാൻ തുണി രണ്ടും എടുത്തു കേട്ടോ. ചാടി ഞാൻ തുണി എടുക്കാനാ. ഞാൻ ബഗ്ഗായിട്ട് 2 തുണി എടുത്തു. എനിക്ക് ലാഗ് അടിക്കാൻ തുടങ്ങി. ലാഗുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ടോർച്ച് എടുക്കാം. വാ എന്റെ എടുത്തിട്ട് വാ. ലെഫ്റ്റ് പോണ്ടേ? ഇങ്ങോട്ടോ ആദ്യം ഇവിടെ നോക്കാം. ഇതായിരിക്കും ചെറിയ സ്ഥലം. ഇവിടെ ഡക്ട് ടേപ്പ് ആവശ്യം കൂടുതലുണ്ട്. വാരിക്കോ വാ. ലൈഫൊക്കെ ഫുൾ ആക്കിക്കോ കേട്ടോ. ഓ എന്റെ ഈ സർക്യൂട്ട് ബോർഡൊക്കെ ഫുള്ളായടാ. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എക്സ്പ്ലോസീവ് 3D പ്രിന്റഡ് ആരോ ഉണ്ടാക്കാൻ പറ്റും. എക്സ്പ്ലോസീവ് സ്റ്റോൺ ആരോ ഉണ്ടാക്കാൻ പറ്റും. GPS ലൊക്കേറ്റർ ഉണ്ടാക്കാൻ പറ്റും. ടെക് ആർമർ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മറ്റേ കൂടിയ സാധനങ്ങൾ വേണമായിരിക്കും. അത് ലൈഫ് ഉണ്ട്. ലൈഫ് ഫുള്ളാണ്. വെള്ളമാണ്. ഒരു ഡ്രിങ്ക് കുടിക്കട്ടെ. ഞാനൊരു കുക്ക്ഡ് ഫിഷ് കയ്യിലുള്ള കഴിച്ചോട്ടോ. കാരണം ഡെമോ ആവും. ആണോ? കുറച്ച് കഴിഞ്ഞുള്ള വേണേൽ നമുക്കൊന്ന് ഇതാക്കാം. റോമീറ്റ് ഉണ്ട് ഒരെണ്ണം. നമുക്ക് വേണേൽ കുക്ക് ചെയ്യാം. എൻ്റെ കുറച്ച് റോമീറ്റ് ഉണ്ട്. എന്നാ കുക്ക് ചെയ്താലോ? ഇവിടുന്ന് കുക്ക് ചെയ്യണോ? വേണ്ട അല്ലേ? ആവശ്യമുള്ളപ്പോൾ ഞാൻ ടോർച്ച് അടിക്കുള്ളേ. ആയുധവും മറ്റേ ഒരുമിച്ച് എടുക്കേണ്ടപ്പോൾ മാത്രമേ ടോർച്ച് അടിക്കുള്ളൂ. എന്താ? ഓ എയർ ടാങ്ക്. എടാ ഇതിലേക്കൂടെ പോണോ? ഇതിലേക്കൂടെ നമ്മൾ വന്നേ. അതുവഴിയാണോ നമ്മൾ വന്നത്?
ഞാൻ വന്ന വഴി തിരിച്ചു പോയാ. ആ ഒരു പ്രശ്നമുണ്ട് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് എങ്ങനെയാണെന്നറിയോ? എടാ ഇത് ഫ്രണ്ടിലോട്ട് വെള്ളമാ. അപ്പൊ ഈ എയർ ടാങ്ക് ഇങ്ങോട്ട് വന്നേ. എയർ ടാങ്ക് കിട്ടിയ എന്തിനാന്നറിയോ? എന്തോത്തിനോ കാറ്റടിക്കാനാണോ? ആ നമുക്കപ്പൊ ഈ ഗുഹയെ കയറാൻ പറ്റത്തില്ലേ ഇപ്പൊ? തിരിച്ചു പോവാം. എങ്ങനെ തിരിച്ചു പോന്നേ? 3G ആയോ നമ്മള്? ഇവിടെ കുറച്ച് കയറ് കിടപ്പുണ്ട്. എവിടെ? ഓ എന്താ ഇവിടുന്ന് വെള്ളം കാണിക്കുന്നേ? ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ ഡെഡ് ആവുന്ന എല്ലാം ഒരേ വെള്ളമായിരിക്കും. നമുക്ക് തിരിച്ചു പോവാം. നമ്മള് വെള്ളത്തിനിറങ്ങി എന്ത് പറ്റും? വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകാനുള്ള എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വേണ്ട, വെറുതെ ചാവുണ്ടോ വെള്ളത്തിലിറങ്ങി. തിരിച്ചു അറ്റത്ത് ഒന്ന് ചാടി ഈ വള്ളിയിലോട്ട് പിടിക്കും. അയ്യോ എടാ ആ വള്ളിയിലെടുത്ത് ഒന്ന് ചാടി പിടിച്ചാൽ മതി. ആ വള്ളിയിലെടുത്ത് വള്ളി മണ്ട കൂടെ പോകുന്നിടത്തുണ്ട്, അവിടെ ചാടി തൂങ്ങിയാൽ മതി. ഈ ഗുഹ ഇനി ഇപ്പോഴും നമുക്ക് കയറാൻ പറ്റത്തില്ല. ഗുഹാൻ. എന്നാ നമുക്കിനി വേറെ ഗുഹയിലോട്ട് പോവാം. ഏതാന്ന് പറഞ്ഞോ? അടുത്ത വയലറ്റ് പിടിച്ചു, തൊട്ടടുത്തുള്ള വയലറ്റ് പിടിച്ചു. ഓക്കെ മാപ്പെടുത്തു. ഞാൻ ലോഡായി വരട്ടെ ഇതിൻ്റെ അകത്ത്. ഇവിടെ ഏറ്റവും അടുത്തുള്ള ഗുഹ മഞ്ഞുമലയുടെ മണ്ടല. ഓ ഇനിയുള്ളത് നമ്മൾ വന്നെടുത്ത് പറഞ്ഞോണ്ടാ. അപ്പൊ അന്ന് അങ്ങോട്ട് പോവാം. അതായത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു വയലറ്റ് ഉണ്ടോ, അത് പോയി എടുത്തിട്ട് ആ വീടിന്റെ അടുത്ത് കരയിലുള്ള ഇതുണ്ടോ അവിടെയും പോ. വീട് കാണുന്നില്ല. ആ വണ്ടി പക്ഷേ ഇതുവഴിയൊന്നും പോകത്തില്ലടാ. കറക്റ്റ് വഴി കൂടെ പോവുള്ളൂ. അതാ ബഗ്. അതുകൊണ്ട് വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക്. അത് മാത്രമല്ലോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അയ്യോ ഇവിടുന്ന് ഇല്ല. ആ വയലേറ്റയിലോട്ട് പോകട്ടെ. ഇനി എന്തെങ്കിലും ആവശ്യമുള്ള സാധനം കിട്ടുമായിരിക്കും. ഒരു ബോട്ട് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഈ വെള്ളത്തിൽ കൂടെ ബോട്ട് ഉണ്ടാക്കിയിട്ടേ ഈ വെള്ളത്തിൽ കൂടെ തുഴഞ്ഞു പോകാൻ പറ്റുമോ? നമ്മളന്ന് വലിയൊരു ബോട്ട് ഉണ്ടാക്കിയില്ലേ? അതിന്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ബോട്ട് ഉണ്ടാക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മള് ബോട്ടൊന്നും ഉണ്ടാക്കിയില്ല, നമ്മള് വണ്ടിയായിട്ട് വെള്ളത്തിൽ കൂടെ പോയ. അല്ലടാ നമ്മള് വലിയൊരു ബോട്ട് ഉണ്ടാക്കി. എനിക്ക് ഓർമ്മയില്ല. ബോട്ടാ ഇല്ലല്ലേ? ഇല്ലടാ നമ്മള് ഇതുവരെ ബോട്ടൊന്നും ഉണ്ടാക്കിയില്ല. നമ്മള് വണ്ടിയായിട്ട് വെള്ളത്തിൽ കൂടെ പോയായിരുന്നു. ഏതാ ബോട്ട്? ഈ ബോട്ട് ഇതിൽ കൂടെ ഓടുമെന്നുള്ള എനിക്ക് അറിയത്തില്ല. ബോട്ട് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നോക്ക്. ഓ ഇത് ഇത്ര വലിയ ബോട്ടാടാ. ഇതിൽ കൂടെ പോകത്തില്ല. ചെറിയ ബോട്ടൊന്നുമില്ല. രണ്ട് ഓപ്ഷൻ ഉള്ളു. ഒന്ന് ഹൗസ് ബോട്ട്, ഒന്ന് ചെറിയ ബോട്ട്. ചില്ലടിക്കാന് കാട്ടിലൊക്കെ ലാർജ് ഉള്ള ലാർജ് ക്രാഫ്റ്റ് ഉണ്ട്. വേറെ ഉണ്ട് കേട്ടോ. നോക്കട്ടെ എങ്ങനെയാടാ സ്വിച്ച് ചെയ്യുന്നത്? ഇതെന്ത് തേങ്ങയാ? എടാ ഇത് എനിക്ക് മാറ്റാൻ പറ്റുമല്ലേ? എന്ത്? ഓ സെലക്ട് ചെയ്യണം. ഇത് നോക്കി. ഇതെന്ത് സാധനം നോക്കിയേ? എനിക്കൊന്ന് തീ കത്തിക്കാൻ സാധനമാണോ വെള്ളത്തിൽ? ഒരു മരം ഒന്ന് വെച്ചിട്ട് നോക്കണം. എടാ സോളാർ പാനൽ കിട്ടിയടാ. ഇലക്ട്രിസിറ്റി ലൈറ്റ്. എടാ ബൾബൊക്കെ ഉണ്ടാക്കിയടാ. ബൾബ് ഉണ്ടടാ. ബൾബ് കയ്യിലുണ്ട്. എടാ ഒന്നാമത് നമുക്ക് റൂമിൽ അവിടെ സോളാർ പാനൽ വെച്ചിട്ട് കത്തിച്ച് വെക്കാട്ടോ. ഓ മോനെ ഇതെന്താന്ന് മനസ്സിലായോ? ഇതെന്താന്ന് മനസ്സിലായോ? ഇത് റാഫ്റ്റ് കെട്ടിയിടാനുള്ള സാധനമാണ്. കേക്കാവോ? ആ കേക്കാം. നിന്നെയാണ് എന്റെ റാബിറ്റ് ഹഞ്ച് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടോ? റാബിറ്റിനെയൊക്കെ പിടിച്ച് നമുക്ക് ഇനി വളർത്താവോ?
നമുക്ക് ട്രൈ ചെയ്യാല്ല. റാബിനെ പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ടായിരുന്നു. എടാ ഞാൻ പറയുന്ന കേക്കാവോ? എന്റെയോ നിന്റെയോ നെറ്റ് പോയായിരുന്നു. അത് ആരുടെയാ? എന്റെ ആയിരിക്കും പോയത്. ആ പറ. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫെൻസ് വെക്കാടാ. ആണോ? അതുപോലെ വാൾ ടോർച്ച് ഉണ്ട്. വാൾ ടോർച്ച് അങ്ങനത്തെ കാണുന്നത്. ഇലക്ട്രിക് ഫെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിനെന്താ വേണ്ടത്? നമുക്ക് എന്നാ വീടിനെടുത്തിട്ട് ആദ്യം പോവാം. കമ്പും സോളാറും കേബിളും ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വീടിനെടുത്തോട്ട് പോവാം. റൈറ്റിൽ എന്താണോ ഒരു ചിഹ്നം കാണിക്കുന്ന ഒരു ട്രോഫി പോലെ? എന്ത് ചിഹ്നം? എവിടെ? ഉടുപ്പിടാത്ത വരുന്നുണ്ട് നമ്മുടെ. തൂക്കണോ? കൊടുക്കണോ? അല്ല നാളത്തെ കേറിയ എന്റെ. അയ്യോ ഒരു കമ്പ് പോന്നേ. ആ കമ്പ് പോയണോ? നിന്റെ പുറകെ വേർത്ത്. ഞാൻ ബ്ലോക്ക് ചെയ്തോ? നീ അടിച്ചോ. എടാ കമ്പ് കളയല്ലേ. എടുത്തോ എല്ലാം എടുത്തോ. എടുത്തെടുത്തു. എന്റെ എത്ര കമ്പുണ്ടെന്ന് നോക്കട്ടെ. 1 2 കമ്പേ ഉള്ളൂ. അയ്യാ ഒരെണ്ണേ ഉള്ളൂ. 3 എവിടെയാടാ നീ പറഞ്ഞ സാധനം? ഇതിന്റെ മുഖത്ത് ഒരെണ്ണം ഉണ്ടല്ലേ? എന്റെ 3 ഉണ്ട്. എന്നാ വാപ്പോ നമുക്ക് വീട്ടിൽ കൊണ്ട് വേണേ ഇലക്ട്രിക് ട്രോഫി കാണിക്കുന്നു. അവിടെ ട്രോഫി അല്ല, അത് ഇവന്മാരുടെ ഇതാടാ. ഒന്ന് തൂക്കിയാലോ, ഇവിടെ കേറിയാലോ? എന്നാ വാ കേറാം. വെയിറ്റ് ചെയ്യും. ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം ആദ്യമേ. എത്ര പേരുണ്ടെന്ന് നോക്കാം. ഏകദേശം 2 എണ്ണത്തിന് നമ്മൾ തൂക്കി. അതിന്റെ ഒരു ലാഭം കാണും. ഒരുത്തനുണ്ട്. അവൻ വരുന്നുണ്ട്. ബാ. ഒരു വലിയവനുണ്ട്. ബാ അവൻ നിന്റെ വരെ വന്നോ? അയ്യോ മോനെ, ഇത് വിഷയം. പഴുതാരെ ഇവന്റെ ഇത് എടുക്കാൻ പറ്റുമോടാ? എടുക്കാൻ പറ്റിയ ലാഭമായിരുന്നല്ലേ? കിട്ടത്തില്ല. ഇവനെ അടുപ്പിലോട്ട് എടുത്തിടാം. അപ്പത്തന്നെ എനിക്കൊന്ന് നേരെ കിട്ടുമായിരിക്കും ചിലപ്പോ. ഇവന്മാര് കൊന്നേക്കോ നോക്ക്. എത്ര പേരെയാന്ന് കൊണ്ടുവന്നു. ഇതാണ്ട് ഈ കമ്പെടുത്ത ഈ ഇതെടുത്തടാ. എനിക്ക് മാക്സിമം ട്രോഫി നോക്ക്. ബൈക്ക് കിട്ടിയാ? ബൈക്കാണ് ഇത്. നിനക്ക് ഓർമ്മയില്ല? നിനക്ക് നെറ്റ് പോയ സമയത്ത് ഞാൻ രാഘവനും ഓടിച്ചത്. അത് ഓടിക്കാൻ പറ്റൂ? ഇത് ഓപ്പി സാധനമാ. ഇത് ഒരാൾക്കുള്ളതേ ഉള്ളല്ലേ? 2 ഉണ്ട്. ഇവിടെ കിടക്കുന്നു. അതാണ്ടിരിക്കുന്നു. ഇതെങ്ങനെ? ഇതെന്തെയ്യോ? ഇങ്ങനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഓടിക്കാം. ഓടിക്കാൻ പാടാ. അത് ഞാൻ ഇതുവരെ പഠിച്ചില്ല. ഞങ്ങള് വെള്ളത്തിലോട്ട് ഇറക്കി എക്സിറ്റ് അടിച്ചത്. ജി അല്ല കേട്ടോ. അയ്യോ എടാ സ്റ്റക്കാണ്. ദൈവമേ, ഞാൻ കാട്ടിലോട്ട് പോകുന്നേ. ഞാൻ ബഗ്ഗാടാ. എടാ ഞാൻ വെള്ളത്തിൽ ചാടിയ ബൈക്ക് താഴെ പോകുന്നു മനസ്സിലായി. ഉരുണ്ട് വീണ്. ആണോ? എന്റെ കയ്യില് ബാഗ് വെക്കാൻ പറ്റൂല. ഇല്ലാന്ന് തോന്നടാ. ഇത് കൈ പിടിച്ചോണ്ട് പോകാൻ തോന്നുന്നു. ഓവർ പവേഡാ കേട്ടോ ഇത്. ബാഗിലൊക്കെ വെച്ചാ. ഇങ്ങോട്ട് വാ. താഴ്ത്തിയാണ്. വാ. ഇതുവഴി പോ. പയ്യന്മാര് ബൈക്കൊക്കെ ആയിട്ട് വരുന്ന ഒന്ന് ആലോചിച്ചത്. അതെ, ബൈക്കിന്റെ പ്രശ്നം എന്താ പറയാ? ബൈക്ക് ഓടിക്കണം, എന്നാലേ മാപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓടിക്കാൻ ഒരു ടെൻഷൻ ഒന്നുമില്ലല്ലോ. വെള്ളത്തിൽ ഇടാൻ ബൈക്ക് പോകും കേട്ടോ. അതുകൊണ്ട് ചാടി കളന്നോ. അത് ക്രോസ് ചെയ്തു. അല്ല, വണ്ടി എന്റെ ഇവിടെ ക്രാഷ് ലാൻഡ് ആയി. എന്ത് ചെയ്ത് കാണുന്നില്ല. ഞാൻ വെള്ളത്തിൽ കൂടെ വണ്ടിയായിട്ട് പോകുന്നുണ്ടല്ലോ.
നീ ചത്താ? ഇല്ലില്ല, ഞാൻ അവനായിട്ട് ഫൈറ്റാ. പൈകാര അല്ല, വേർത്തിലുണ്ട എടാ, ഞാൻ പിടിച്ചു വരാം. തീകോളം വരുന്നു എന്റെ നേരെ. നോക്കിപ്പോ പൈകാരെ വെള്ളത്തിൽ ഇറങ്ങിക്കോട്ടോ. ഇവന്മാരൊക്കെ എന്താ കൊണ്ടാരങ്ങള്. ബാ പോ ഇവിടുന്ന്, വണ്ടി എടുത്തോ. ജമ്പ് ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കുന്നതാ. ഐ മീൻ ഒത്തിരി വെള്ളത്തിൽ ഇറങ്ങിയാലേ വണ്ടി പോവുള്ളൂ. ഞാൻ ഒന്ന് മെഡ് അടിച്ചോട്ടെ, അല്ലെങ്കിൽ കൊല്ലുമാരില്ലാതെ. ഇത് ബാർ അടിക്കട്ടെ, എന്താ സംഭവിക്കുന്ന. എടാ, ഇത് ഇത്ര ഹൈറ്റിലോടെ ഈ വണ്ടി ചാടുന്നേ. മരത്തേന്ന് വീണ് കേട്ടാ. വണ്ടി മരത്തെ ഉടക്കിന്ന് പറയലേ ഇല്ല. ബാബാ എന്റെ പറയുന്ന എനിക്ക് ബഗ്ഗായി. ഇതെന്ത് പേര് ഫ്രണ്ടിലോട്ട് അടിക്കുമ്പോഴത്തേനും അതെന്താ പറയാ, ഫ്രണ്ട് വേറെ സൈഡായിരിക്കും ചിലപ്പോ. നീ ഉണ്ടല്ലോ മൗസ് വെച്ച് തിരിക്കുകയോ ചെയ്യല്ലേ. മൗസ് ഫ്രണ്ടിലോട്ട് തന്നെ ഇരുന്നോട്ടെ. കാരണം നീ ചിലപ്പോ പുറകോട്ട് നോക്കിയിട്ട് ഫ്രണ്ടിലോട്ട് നോക്കിയാലും ഫ്രണ്ടിലെ ക്യാമ്പ് ബൈ റോട്ടിൽ കൂടെ വാ. മരത്തെ ഇടിച്ചു ഞാൻ. എന്റെ വണ്ടി കാണാൻ. അതാണ് വേറെ പ്രശ്നം. നീ മാപ്പി നോക്ക്. മാപ്പി കാണത്തില്ല. എവിടെ കാണ്ട ആ തിട്ടയുടെ മണ്ടക്കട ഇരിക്കുന്നല്ലേ, നോക്ക്. ഈ സൈഡ് ഇവിടെയോ? അവിടെ പോയാ ഫ്രണ്ടിലോട്ട് പോകത്തില്ല കേട്ടോ. ബാക്കിലോട്ട് പോവില്ല കേട്ടോ ഐറ്റം. ഞാനാണെങ്കി എത്രാം തവണ വീഴുന്നറിയാ, മൂക്കിടിച്ച്. എടാ ഇരുട്ടായി. എടീ ചാടുന്ന പവർ കൂടുതൽ എന്തോ ഉണ്ടാ. ഡബിൾ ജമ്പ് ഉണ്ടാ സാധിക്കേ. ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഈ കാട്ടിൽ നിന്ന് എങ്ങനെയാ ഇറങ്ങിക്കോട്ടോ. ഞാനും അതോ പണ്ടാരോ. ഞാൻ എങ്ങനെയോ പോകും, തല ഇറങ്ങി വീഴും. അയ്യോ, ഏതോ ഒരു ഉച്ചകളി എന്റെ അടുത്ത്. എന്റെ വണ്ടി കാണാൻ പോയതാ. മാങ്ങാണ്ടി വണ്ടിയൊക്കെ രാവിലെ സുഗമമായിട്ട് ഓപ്പൺ റോഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ, കാട്ടിൽ കൂടെ പറ്റില്ല. പണ്ടാരം എന്റെ വണ്ടി പോയി. ഞാൻ വരുന്നത് തപ്പെടുക്കാം. വാ, ഞാൻ വീട്ടിനടുത്ത് എത്തി. എങ്ങനെ ഈ വണ്ടി കൊണ്ട് പറക്കാൻ പറ്റൂടാ. എന്റെ വണ്ടി പോടാ. അത് മാപ്പി കാണാം, നമുക്ക് തപ്പെടുക്കാം. ഹെലികോപ്റ്റർ ആറിന്റെ കരയില് ഹെലികോപ്റ്റർ നമ്മുടെയാണോ അതോ പുതിയതാണോ? കേക്കത്തില്ലേ? എവിടെ മാപ്പി നോക്കിയേ, വലത് സൈഡിലായിട്ട് ഗുഹയുടെ അടുത്ത്, വലത് സൈഡിലെ ഗുഹയുടെ അടുത്ത്. വെള്ളത്തിനടിയിലുള്ള ഹെലികോപ്റ്ററാ. നമ്മള് നോക്കിയില്ലേന്നോ? നോക്കിയായിരുന്നല്ലേ. എങ്ങനെയാടാ വെളിയിൽ ഇറങ്ങുന്നേ? തേങ്ങ പെട്ടെന്ന് ഇരുട്ടാവുന്നേ. എനിക്ക് ഇതിന്ന് വെളിയിൽ ഇറങ്ങാണ്ട് ഈ ഇത് തുറക്കാൻ പറ്റത്തില്ല. വണ്ടിയല്ല, വണ്ടി ചോർച്ചടിച്ച് വണ്ടിയുള്ള മാങ്ങ അത് അടച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എടാ നോക്കി, നീ ഏതായാലും ഐക്കം കാണും. നീ കൺട്രോൾസ് എടുത്തോ. കൺട്രോൾസ് എടുത്തായിരിക്കും. ജി ആണ് സാധാരണ. ജിയാ സാധാരണ. ബൂസ്റ്റ്, ബ്രേക്ക്, ടോഗിൾ മോഡാ.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാ സ്വിച്ചിലും ഞെക്കി നോക്കും. അയ്യോ വെള്ളത്തിൽ പോയി. എടാ എന്റെ റോ ലെഗ് ഉണ്ട്, പാത്രം ഉണ്ടേ വെക്കടാ. എടാ നമുക്കത് കുടിക്കായിരുന്നു വേണേ. കുടിക്കാം. ടോർച്ച് എടുക്കുന്ന എങ്ങനെയാടാ? എല്ല് വേണ്ടി. എടാ എന്റെ ഇത് ചാർജ് ആയി കേട്ടോ. എന്റെ ഈ ബാറ്ററി ഇല്ലാത്തോണ്ടായിരുന്നു വണ്ടി വെള്ളത്തിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അൺലോക്ക് ആയി. എന്നിട്ട് അത് സൈഡിലോട്ട്. എടാ വോൾ ടോർച്ച് ഉണ്ട്, അത് ഞാൻ വെക്കാടാ, അതാ നല്ലത്. അതാ വേണ്ട, ഇത് നോക്ക്, ഇതാ സാധനം. ഇത് അൺലിമിറ്റഡ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. നോക്ക് മറ്റേ ഇതുണ്ടാ, തുണിയുണ്ട്, മറ്റേ ബുക്കിന്റെ അകത്തുണ്ടാ വാൾ ടോർച്ച്. എല്ലായിടത്തും ഞാൻ വെക്കാം ഓരോന്ന്. വെട്ടാവട്ടെ മൊത്തം. അല്ല, ഞാൻ എല്ലായിടത്തും ഓരോന്ന് വെക്കാം, നമുക്ക് പറ്റുമ്പോ പണിതാ മതി. എന്റെ ഉള്ളതല്ല ഞാൻ പണിയാ. ഇവിടെ ഒരെണ്ണം വെച്ചു. നീ ഇവിടെ അടുപ്പിന്റെ അടുത്തൊരെണ്ണം വെച്ചു. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇനി വേണമല്ലേ? ഏത് ആയില്ലേ? വെട്ടായില്ലേ അത്യാവശ്യം? ഈ കമ്പ് കുത്തി വെക്കാനേക്കാളും ലാഭമാണെന്ന് തോന്നുന്നത് അല്ലേ? ഇതെപ്പോഴും കത്തിക്കുകയും വേണം. ഇതിനതിന് മാത്രം ഇതുമില്ല. ഇത് നോക്ക്, ഇതിന് എടാ ഇതെനിക്ക് ഇത് ടോർച്ച് അല്ലടാ, ഇതെനിക്കൊന്ന് അടുപ്പിന്റെ വേറെന്തോ ഐറ്റാ. അതാടാ, അത് അടുപ്പിന് പകരടാ, ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റാ. തൂക്കിയിട്ട് ഗ്രില്ല. അതെ, നമുക്ക് കുടിക്കാം. ഞാൻ ആ പാത്രം വെക്കാം. എന്നാ പാത്രം വെച്ചിട്ടുണ്ട്, ഇതിന് കഴിച്ചോ. അയ്യോ കൊണ്ടുപോയി. പോയടാ, വെച്ചാ മതി. കണ്ടോ, അവസാനത്തെ ഞാനും നീ ഒരുമിച്ച് കുടി. വെള്ളം വെക്കണ്ടേ? വെള്ളം വെക്കാം. എന്റെ ലൈറ്റ് ഉണ്ടോ? എന്റെ ഒരു കൈയും കാലും ഉണ്ട്. നോക്കട്ടെ, ഞാൻ ആദ്യം വെള്ളം കൊണ്ട് വെക്കാം. അതിനെ കൊണ്ട് എടാ കൈയും കാലം അങ്ങനെ വെക്കല്ലേ, അത് വേസ്റ്റ് ആയി പോവും. കരിഞ്ഞോ? അത് എൻ്റെ കയ്യിൽ ഒരു കൈ ഉണ്ട്, ഞാൻ അത് നിനക്ക് തരാം. അത് നീ ഇപ്പൊ എടുത്തല്ലേ? എന്റെ അത് മാത്രം ഉള്ളടാ എന്റെ കയ്യില്. ആണോ? എന്നാ പിന്നെ രാവിലെ എന്നാ കിടക്കാം. അയ്യോ അയ്യോ, പൂച്ചാളികള് ആണ്ടാണ്ട കേറി വരുന്നു. എറിഞ്ഞു കൊന്നോ? എറിഞ്ഞിട അവനെ. എറിഞ്ഞിട്ട് അവര് താഴെ വീഴുമ്പോ കുത്തുക, അത്രേ ഉള്ളൂ. എനിക്ക് എറിയാൻ കമ്പില്ലാന്ന് തോന്നുന്നു. എന്നിട്ട് അവന്റെ അകത്ത് തന്നെ അതെടുത്ത് എറിയുക. ഇവന്മാരുടെ ദേഹത്ത് തന്നെ അതെടുത്ത് എറിയണം നമുക്ക്. എടാ എന്റെ ഉണ്ടല്ലോ, എന്റെ എറിയാനുള്ള കമ്പ് കാണുന്നില്ല. എന്റെ ഒരു നിയമം നമ്മളിവിടെ കമ്പ് അടിക്കടിക്ക് വെക്കണം. ഓ നൈസ്. അതാ ഞാൻ പറഞ്ഞ ചാടി വെട്ടുമ്പോഴുള്ള ഗുണം. ഇറങ്ങി എണീറ്റാ എന്റെ കമ്പൊന്നും കാണുന്നില്ല. ആണോ? എന്നാ ഉറങ്ങിക്കോ. എടാ കമ്പ് എന്റെ ഒരു നിയമം ചേട്ടേ, നമ്മൾ കമ്പ് ഉണ്ടാക്കി വെപ്പൺ റാക്ക് പോലെ സാധനമുണ്ട്. ഇത് അതാണ്ട് ഈ കമ്പൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നത് നോക്ക്. എന്റെ ഏതോ ഒരെണ്ണം ഇടയ്ക്ക് പോയിന്ന് തോന്നുന്നു വെള്ളത്തിലോട്ട്. കാരണം എന്താണെന്നറിയോ, ഈ കൊറേ അവന്മാരെ കമ്പ് കൊള്ളുമ്പോ ഉണ്ടല്ലോ അനങ്ങാണ്ട് നിക്കുന്നുണ്ട് കൊറേ എണ്ണം. ഇല്ല, പക്ഷെ ആ കറുത്തത് നിക്കൂല, ഒന്നും പറ്റുന്നില്ല. ഒരുത്തന്റെ ഞാൻ അമ്പ് എറിഞ്ഞ, ആ കറുത്തവന്റെ അമ്പ് എറിഞ്ഞപ്പോഴേ
അവൻ അത് കൊണ്ടെന്തോ ഡിഫ്ലക്റ്റ് പോലെ ആയിപ്പോയി. എടാ എന്റെ 2 ഉള്ളൂ. നിന്റെ എത്ര ഉണ്ട് നോക്കട്ടെ. നോക്ക്, ഈ സാധനം ഉണ്ട്. ഇതെവിടെ വെക്കുന്നത്? ഇവിടെ വെക്കണോ? എവിടെ സ്പിയർ റാക്ക് വെക്കുന്നത്? ഇവിടെ വെക്കട്ടെ. എന്താ എവിടെ? അവിടെ വെച്ചോ, അവിടെ വെച്ചോ. അല്ല അവിടെ വെക്കണ്ട, ഇവിടെ വെക്ക്. ഇവിടെ ഒന്ന് അല്ല ഇവിടെ ഈ അകത്ത് എവിടെയും വെക്കാം. അപ്പൊ നമുക്ക് അല്ല വേണ്ട, 2 സൈഡിലായിട്ട് വെക്കാം. അത് വേണ്ട. അതെന്താ സംഭവം എന്താണെന്നറിയോ? നമ്മൾ ഇവരെ അകത്ത് കയറാനേ വിടരുത്. ആദ്യമേ എറിഞ്ഞോ? ആണോ? എന്താ ഇവിടെ കമ്പിരിപ്പുണ്ടായി ആ നടരടി, അത് പോയി എടുത്തിട്ട്. ഇവിടെ അവിടെ കുറവുള്ള പിന്നെ അല്ല ഇവിടെ അങ്ങനല്ല, കുറച്ചല്ല, കട്ടി കുറവ് ഫീൽ ചെയ്തല്ല. ഒന്ന് വീശണ്ട സ്റ്റൈലാണ്. എടുക്കുന്നില്ല, പക്ഷെ അല്ല കുറയ്ക്കുന്നില്ല. ഇവിടെ ഒന്ന് കത്തിച്ചേടാ. നീ പോയാ? ഇല്ല, ഇവനെ നോക്ക്, ഇവന്റെ എത്ര ആർമർ ഉണ്ടെന്ന് നോക്ക്. ഇവന്റെ ആർമർ നോക്കണം, ഇവന്റെ ആർമർ നോക്കണം. എത്ര കമ്പുണ്ടോ? എന്റെ 5 ഉണ്ട്. അതെടുത്തോ, ഒരെണ്ണം എടുത്തു. അവിടെ ഒരെണ്ണം നിലത്തും കിടപ്പുണ്ട്, അതും എടുത്തു. ഇവിടെ വേണ്ടേ? ഇവിടെ ഇവിടെ ഇതിന്റെ ആർമർ നോക്കണോ? ഷഫ്റ്റി കൂടത്തിന്റെ ഇവനെ ഒന്ന് കത്തിച്ചായി ആർമർ കിട്ടുമോ നോക്കിയാലോ? പിന്നെ നമ്മള് വെട്ടിയ പ്രശ്നം അറിയാം. വെട്ടിയ ഈ ആർമർ പോകും, നശിച്ചു. എവിടെ കത്തിക്കുക? ഈ പാറയിൽ. മഴ തീ വെച്ചാ എല്ലാം പറ്റുമോ? അണഞ്ഞു പോവോ? എങ്ങനെയാണ് ആക്യുറേറ്റ് ആയിട്ട് ഇതിന്റെ മണ്ടലോട്ട് ഒരു ഏകദേശം ഇറങ്ങിയ പറ്റില്ല. കുഴപ്പമൊന്നുമില്ലടാ, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അതൊന്നുമില്ല. ഞാൻ ഇല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇല്ല, ക്ലീൻ ആയിട്ടുണ്ട്. എടുത്ത് നിന്ന് കത്തുന്നു നോക്കണം. അമ്മേ, എന്റെ തഞ്ചത്ത് തീ കത്തി. ഇവനെവിടുന്ന് കയറി തന്നെ ഇത് നോക്കി, ഈ സാധനം നോക്ക്. ഇതൊന്ന് ഫുള്ളാക്കിക്കേ പറ്റുന്നത്രയും. ആ കെവിൻ എവിടെയാണോ? ഇല്ല, എടി ഇത് നോക്കി, ഒരുത്തിനോടെ പെട്ട് കിടക്കുന്നേ. മീനെടുത്തടാ. എടുത്തോ. ഞാനേ ആ കെവിനെ കാണുന്നത്. ഞാൻ ആ കെവിനെ നോക്കിക്കൊണ്ടോ അവൻ എന്ത് ചെയ്യാൻ നോക്കട്ടെ. അവനാരാ തൂക്കിയതാണോന്ന് അറിയില്ലല്ലോ. ഐ മീൻ അവനാരെങ്കിലും എന്തെങ്കിലും ചെയ്തോന്നോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയാണോന്നോ.
അത് കാണിക്കൂല മാപ്പില്. അവനെ കാണിക്കുന്നുണ്ടല്ലോ ഒക്കെ. ഇവിടെ മൊത്തം ആളായി. ആളാ കേട്ടോ ഇവിടെ മൊത്തം. അയ്യോ അവനെ തൂക്കിയതാ? അല്ലല്ല തൂക്കിയതല്ല, പക്ഷേ അവൻ വരുന്നുണ്ടല്ലോ. അവിടെ പോയി നിൽക്കുക. അറിയില്ല, അവനവിടെ ഓപ്പണിങ് ഇരിക്കുകയായിരുന്നു. എന്തോ ഒരു ട്രാപ്പിങ് അവിടെ വെച്ചിട്ടുണ്ട്. എന്ത് ട്രാപ്പാന്ന് അറിയത്തില്ല, നോക്കാം. കെവിൻ മോനു വാ. ആ ട്രാപ്പേ കെവിൻ വീണു. എടാ മഴ ആയോണ്ടാന്ന് തോന്നടാ, തീയെല്ലാം അണഞ്ഞു പോവാ. ഞാനിപ്പോ ചവിടാ. റിയാലിറ്റി ഉണ്ടായിരുന്നല്ലേ. എടാ മറ്റേ ഒരുത്തൻ അവനെ കെവിനെ ഓടിച്ചു വിട്ടടാ, മറ്റേ ഒരു ആർമറുള്ള ഒരുത്തൻ. അതൊരു കയറല്ലേ, അവൻ നമ്മളെ തൂക്കും. ഇവിടെ വാ, ഇവിടെ വാ. പോയടാ ഓടി. ആണ്ട നിൽക്കുന്നു. കാണിക്കും, ഇങ്ങോട്ട് നോക്ക്. എവിടെ? അവന് ആർമർ ഉള്ളത് കാരണേ ആ ആർമർ പൊട്ടാണ്ട് അവനിട്ട് കേറത്തില്ല. വെളിയിൽ ആള്. അവന് ആർമർ ഉള്ള കാരണം രക്ഷപ്പെട്ടാ നമ്മൾ അത്ര അടി കൊണ്ടിട്ട്. ഇല്ല, അവൻ ഓടി. ഇവിടെ കുറച്ചുകൂടെ കമ്പ് വെക്കണം കേട്ടോ. ഡിഫൻസ് കുറവാ. അതിനാ ഞാൻ കെവിനെ വിളിച്ചോണ്ട് വന്നേ, കമ്പ് വാരിക്കാൻ. കാരണം ഇവന്മാര് വന്ന് കേറുമ്പോ ഇത് പോവൂടാ. കെവിനുള്ള വാടോ. ഒരുത്തം വരുന്ന എൻ്റെ അടുത്ത്. അവൻ കെവിനിട്ട് അടിക്കുന്നു. ഇല്ല എനിക്ക് ഓടി വരുന്നതിനെ സൂക്ഷിക്കണേ. ഞാൻ ചത്തായി. ആ കെവിനെ റിവൈവ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അവന്റെ അവ ഒന്നും ചെയ്യത്തില്ല. ഞാൻ വീണേ കുറച്ചൊന്ന് ആടിയിട്ട് ഓടിയിട്ട് കറങ്ങി വന്നാ മതി. ഞാൻ പയ്യെ നിന്നോളാം. ചാവണ്ട. നമുക്ക് ഒന്ന് മാറി വെക്കാം, അകത്തോട്ട് മാറി വെക്കാം. ലൈഫ് അടിച്ചിട്ട് പിന്നെ അടിച്ചാ മതി. ഞാൻ തീരാറായി. വാ ഞാൻ തുറന്നായിരുന്നു. അവര് തുറയില്ല. അടച്ചടച്ചടച്ച് അമരത്ര കേറി വരുന്നുണ്ട്. ലൈഫ് ലാഗ്. എന്റെ 2 കമ്പുള്ള. എന്റെ കമ്പില്ല. നീ മണ്ട കയറിയിരിക്കുക. വാ. ഇവരുടെ ദേഹത്തുനിന്ന് കമ്പെടുക്കണം നമുക്ക്. ഇവന്റെ കാലിനിട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അതെ രക്ഷപ്പെടാൻ പറ്റല്ലേ? എന്താ ഇവന്മാരൊക്കെ സൈക്കോ. ഈ ഒരുത്തൻ നിന്ന് കത്തുന്ന ട്രാപ്പ് നോക്ക്. ഇതാ ഞാൻ പറഞ്ഞ എന്തോ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നോക്ക്. ഇത് ഞാൻ ഒരു ട്രാപ്പ് ഉണ്ടാക്കി വെച്ചതാ. നോക്ക്, അത് തിരിച്ച് അത് ഒരു തവണ ഉണ്ടാക്കിയാൽ മതി എന്ന് തോന്നുന്നു. അല്ല, അത് പിന്നെ റീസെറ്റ് ആയി. ആണാണ് ഒരെണ്ണം വരുന്നു.
സത്യം. ഈ പെണ്ണാ ഇവിടെ 7:30 ഓർഡർ ചെയ്യപ്പോഴേ 7 ആയോ? 6 ആയില്ലേ? 7:30 ഓർഡർ ചെയ്യപ്പോ 8 വരും. 1 2 എന്റെ കുറച്ച് 5 ഉണ്ട് കേട്ടോ സ്പിയർ. നിന്റെ കയ്യിൽ എത്ര ഉണ്ട്? ഞാൻ എന്റെ അടുത്ത് തൂക്കിയായിരുന്നു അമ്മ. എന്റെ കയ്യില് 3. എടാ ഇതെല്ലാം പോയടാ, ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. എടാ ഇതുപോലെ നമ്മൾ ഡിഫൻസ് എനിക്ക് ആ ട്രാപ്പ് നമ്മൾ കുറെ എണ്ണം വെച്ചാൽ വർക്ക് ആവുന്നതാണ് എന്റെ ഒരു നിഗമനം. അത് നല്ലത്. ആ ട്രാപ്പ് ഇവിടെ വെക്കട്ടെ. പക്ഷെ അത് നമ്മൾ പോയി കയറല്ലേ കേട്ടോ, മസ്റ്റാ. നമ്മൾ നേരെ ചാവും. കെവിൻ നേരത്തെ അതെപ്പോ കയറി. ആണോ? ആ ഇതാണ് ആ ട്രാപ്പ്. കില്ലാടി സാധനമാണ്. മാനതി കേറിയടാ. മാനൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് അൽഫഹാമായി കിട്ടുമോ? അതുകൊണ്ടോ? അത് അൺലിമിറ്റഡ് ആണോ? അത് വേറെ കാര്യം. മനസ്സിലായോ? ഇത് കുപ്പിയൊക്കെ ഈ മൂലയിലൊക്കെ അത് വെക്കട്ടെ. നമ്മുടെ ഈ ബോട്ടിൽ അതില് ഏറ്റവും നമ്മുടെ ഇല്ലാത്തത്. ഈ ബോട്ടിലുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ ഇത് കൊണ്ടുവച്ച്. എന്റെ പൊന്നു കെവിനെ, ഇതെല്ലാം നശിപ്പിക്കല്ലേ. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഈ കെവിനെ കൊണ്ട് അവനെടുത്ത് കടിച്ചു. ഇവനെ ഇവിടുന്ന് എടുത്തു മാറ്റാൻ പറ്റുന്നില്ലോടാ. അയ്യോ തടി പോയടാ. അതുപോലെ സാധിക്കണ ഒരു സാധനം ഉണ്ടോ? എന്താന്നറിയോ? അതായത് പറ്റോടാ നോക്കട്ടെ. ഇവനെ എടുക്കാനുള്ള ശക്തി നമുക്കില്ലാത്തതുകൊണ്ടാണോ? ഇനി ഇവൻ വലിയ ആളായതുകൊണ്ടാണോ? അടുത്ത ഇങ്ങോട്ടോ ഒരു സൂത്രം കാണിച്ചു തരാം. വാ. ഇതെന്താ സാധനം അറിയോ? ഇത് നോക്ക്. ഇതെന്താന്ന് വെച്ചാല് ഇതിന് റാബിറ്റ് ഹാച്ച് എന്നാ പറയുന്നത്. അതായത് റാബിറ്റ് മറ്റേ ആ ട്രാപ്പിൽ കുടുങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിനെ ജീവനോട് എടുക്കാൻ പറ്റും. എന്റെ ഒരു നിയമം വെച്ചാൽ ഇത് റാബിറ്റിനെ വളർത്താനുള്ള എന്തോ ഒരു സെറ്റപ്പാ. മനസ്സിലായോ? അപ്പൊ അത് മറ്റേ കുഞ്ഞൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അൺലിമിറ്റഡ് ഫുഡ് അൺലോക്ക് ആവും. ഏത് ഒന്ന് ട്രൈ ചെയ്താലോ? അതിനെ ഞാൻ അതവിടെ വെക്കാം. കുറച്ച് കമ്പ് വേണം. ഞാൻ കമ്പ് കളക്ട് ചെയ്യട്ടെ. മൊയില് കയറിയാ? മൊയിലല്ല, മറ്റേ ആ സാധനത്തെ കയറി കത്തുന്നതേല്. ഒരു മാനും കയറി. മറയിലൊക്കെ ആർമർ കൂടി വരികയാണോ സാധിക്കാൻ? എല്ലാത്തിനും കയ്യിലും കാലിലും ആർമറുണ്ട്. നമ്മൾ ആർമർ ഉണ്ടാക്കണ്ട. നമ്മൾ ആർമർ ഉണ്ടാക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേ പറ്റൂ. കയർ ഉണ്ടാക്കാൻ പറ്റൂടാ? ഇല്ല, കയറൊക്കെ എന്റെ അൺലിമിറ്റഡ്. ഡക്ട് ടേപ്പ് ആണ് ഇല്ലാത്തത്. കയറുണ്ട്. കയറ് കേറുന്നുണ്ട് ഒത്തിരി. എന്റെ കുറെ കമ്പായി. കമ്പിന്റെ ഇപ്പൊ തടിയാണ് വേണ്ട. തടി ഞാൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുത്തതാ. തടി എടുത്തോ, 2 എടുത്തതാ. അതിനോട് തടി ഒന്ന് ഇതാക്കാൻ പറയണം കേട്ടോ.
തടി എവിടെ നീ വെച്ചേ? എനിക്ക് തടി വെക്കാൻ പറ്റുന്നില്ല. തടി ഞാൻ ഓൾറെഡി കൊണ്ടുവച്ചു. ഇനി കമ്പ് 24 വേണം. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, അതിനനുസരിച്ച് അത് വർക്ക് ആവുള്ളൂ. ഇനി 24 കമ്പ് വേണം. എക്സ് അടിക്കും, എക്സ്. കമ്പാണ്ട ഞാൻ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. വാ ഇവിടുന്ന് കളക്ട്. ഈ സൈഡിൽ കമ്പുണ്ട് കുറെ. വാ എവിടെയാ? ഈ സൈഡിൽ ഇത്രയും കുറെ വെട്ടിയിട്ടുള്ളത്. എടാ കെവിൻ കുറെ കമ്പ് കൊണ്ട് പോയിട്ടുണ്ട്, പക്ഷെ 24 ആവത്തില്ല എന്തായാലും അത്. ഇവിടുന്ന് വെട്ടിക്കോ, കുറച്ച് ഇവിടുന്ന് കളക്ട് ചെയ്യും. ഞാൻ നല്ല വരുന്ന വെട്ടുന്നുണ്ട്. അല്ലാണ്ട് ഇതൊക്കെ കമ്പാട്ടോ, ഈ മരമൊക്കെ. ഏതാ ഈ ഒരു ചെടിയല്ല മര. ഇത് നോക്ക്, ഇത് ചെടിയല്ല. എന്താ ഒരു കമ്പാണോ അത്ര വലിയ ഇതിന് കിട്ടുന്നത്? നഷ്ടമല്ലേ? പക്ഷെ മറ്റേ ഇതിലൊന്നും കൊറേ കമ്പ് കിട്ടൂടാ. മറ്റേ കുഞ്ഞതീന്നല്ലേ? ക്രിസ്മസ് ട്രീ പോലത്തെ ഐറ്റത്തിന് ഇതിന് 2 കമ്പങ്ങാണ്ട് കിട്ടുള്ളൂ. പക്ഷെ ക്രിസ്മസ് ട്രീ പോലത്തെ ഐറ്റാണ് കൊറേ കമ്പ് കിട്ടുക. ഞങ്ങൾ പോയി നോക്കട്ടെ എത്ര കമ്പ് കിട്ടുന്നുണ്ടെന്ന്. അല്ല ഇനി എത്ര കമ്പ് വേണം നോക്കട്ടെ. കെവിൻ പാത്രം വെറുതെ ഇരിക്കുവാണോടാ? ഞാൻ വെള്ളം ചൂടാക്കാൻ നോക്കട്ടെ. അല്ലെങ്കിൽ വെള്ളം ഇല്ല. ഇനി 2 തടി വെക്കണം. കമ്പ് സെറ്റായി, ഇനി തടിയാ. ഞാൻ എടുക്കാം. 5 വേറെന്തോ ഒരു ഐറ്റം ഉണ്ടല്ലോ. അത് തടി തന്നെ പല കഷ്ണമൊക്കെ വെക്കുന്നതാടാ. നീ വേണേ ഒരു തടി കൊണ്ട് അത് വെച്ച് നോക്ക്, കൊണ്ടുവെക്ക്. ഒരു തടി അതി കൊണ്ടുവെക്ക്. ഒന്നോ രണ്ടെണ്ണം എടുത്തോ. എന്നാ അങ്ങനെ ഇനി എന്താ അത് കണ്ട ബാക്കിയൊന്നും കഷ്ണം നിലത്ത് വേണം. ഇനി 14 കമ്പ് വേണം. 4 എണ്ണം കൂടെ എന്റെ 4 എണ്ണം കൂടെ വെച്ചാൽ 4 മതിയോ? വരുന്നമ്മ. കമ്പ് ഇടക്കിടക്ക് ഇവിടുന്ന് വീഴും. എന്റെ ഇരിക്കുന്നത് എന്താ നോക്ക്. എന്താ എടുത്തോട്ട് വാ. നാല് കമ്പ് കിട്ടിയോ? വാ. എന്താ പോണോ? ബാത്താട്ടോ മുയല കിട്ടിയാ? മുയൽ. ഇനി ഇതിനെങ്ങനെ അതിൻ്റെ അകത്ത് ഇടും എന്നറിയില്ല. ഫിനിഷ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കും. ഓ 6 മുയലിനെ ഇട്ടു, ഒരെണ്ണത്തിനെ ഇട്ടു. ഓ അപ്പൊ നമ്മളിനി മുയലിനെ തൂക്കണം, തിന്നാനൊക്കെ കൊടുക്കണം. ഇവന്റെ ആർമർ നോക്കിയടോ. ആ സൈഡിൽ നിന്നും വന്നോ? ഈ സൈഡിലും ഉണ്ട്. കാലിന് കൊടുക്കണം അങ്ങനെയുള്ളവനെ. കാല് വെട്ടിയാ മതി. കണ്ടാ അടുത്തവൻ എന്താ അടുത്ത ലാഗ് അടിക്കുന്നത്. ഓ ഇതിൽ കേറിടാ, മറ്റേ ട്രാപ്പിൽ കയറി. അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു, നോക്കട്ടെ. ആ ട്രാപ്പ് കൊള്ളാം കേട്ടോ. അത് നോക്ക് ആന്തിയാണ്. ഒന്ന് കൊറേ കമ്പി ഇതുപോലെ കുത്തി വെക്കണം കേട്ടോ.
അവനോട് സ്റ്റിക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ കെവിനോട്. എന്ത് കെവിൻ? കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാടാ. വെള്ളം തിളപ്പിക്കാൻ ഞാൻ വെച്ച്. ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ എടുത്തിപ്പോ. അയ്യോ, അതിനകത്ത് വെള്ളം ഉണ്ടോ? വീണ് പോയാൽ അങ്ങോട്ട് വെക്കാം. കെവിൻ എവിടെ? കെവിന്റെ വെളിയിലുണ്ടല്ലോ. കെവിൻ നാണ്ടാ ഓടുക. ഇവന് ഇതിന്റെ അകത്ത് കേറി നിന്ന എന്താ വെള്ളം? മൊളോറ്റോം വേണോടാ അതിൻ്റെ അകത്ത് വെക്കാൻ. എന്റെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. ഈ ട്രാപ്പിന്റെ ഗുണം എന്താ പറയുക? മൊളോട്ടോവ് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്തോളൂ. അത് മനസ്സിലായോ? ഞാൻ കുറച്ച് കൂണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. കൂണൊക്കെ വെച്ചിട്ട് അവിടെ കേൾക്കാ ഞാൻ പറയുന്നത്. ഞാനിവിടെ ഒരുത്തിനായിട്ട് സഹിക്കാം. പഴുതാരയാണെങ്കിൽ ചാവുന്നില്ല. അതിന് ഹെൽമെറ്റ് ഉണ്ട്. അത് അടുത്താൻ വരുന്നുണ്ട്. അത് അവന്മാർ ടീമേറ്റ്സ് വരുന്നുണ്ട്. നോക്കാരാ ഇതെന്താ പടുത എവിടെ ഇരിക്കുന്നേ? എടി ഇവിടുത്തെ ട്രാപ്പ് കാണാതെ പോയടാ. അതെന്താ നശിപ്പിച്ചോ? അങ്ങനെ നശിപ്പിക്കോ? ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ടാക്കട്ടെ. നോക്കി, ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ടേ. എല്ലാത്തിനും തുടക്കം ട്രാപ്പ് വെക്കാം. രാവിലെ ആകുമ്പോ അതെല്ലാം ട്രാപ്പ് വെച്ച നീ എല്ലായിടത്തും ട്രാപ്പ് അസൈൻ ചെയ്ത ഞാൻ ഫില്ല് ചെയ്യാം. അതിന്റെ പുറകിൽ അവന്റെ കാലിനോട് കൊടുക്കാൻ വീഴും. ഇങ്ങനെയുള്ള കാല് ആർമർ ഇല്ലാത്തടുത്ത് കൊടുക്കണോടാ. ഇതുണ്ടോ തൊടേടെ അവിടെ ആർമർ ഇല്ലാത്ത കണ്ടോ? ആർമർ ഇല്ലാത്തടുത്ത് കൊടുത്തപ്പോ അവൻ ഇല്ലാണ്ടായി. മൊളോറ്റോ കണ്ട് ഇത് ഒരെണ്ണം വെച്ചേ. മൊളോറ്റോ ഒന്നും ഇല്ലടാ. ഉണ്ടാക്കണോ? ഉണ്ടാക്കാൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചോ. ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ പോരെ. കാരണം നമ്മൾ ഈ പിന്നെ പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് മടുപ്പല്ലേ, സാധനം തീരുമല്ലോ. ഇതുണ്ട് ഈ ട്രാപ്പ് ഉണ്ടോ? ഇതിനി കമ്പ്യൂട്ടർ എടയും ഇതല്ലടാ ട്രാപ്പ്, ഇത് വേറെ ട്രാപ്പാടാ. മൊളോറ്റോവിന്റെ ട്രാപ്പ് അല്ല അത്. ഇതാണ് ആ ട്രാപ്പ്. ഇതാണ് അൺലിമിറ്റഡ് മൈൻഡ് ഇടുന്ന പോലെ. എന്തോ ലാഗ് അടിക്കണ്ട. ഇതിന് വൈഫൈ തന്നെ ഞാൻ ഒന്ന് മാറട്ടെ. എന്താ ഒരെണ്ണം മൊളോറ്റോ ഉണ്ടാക്കിയിട്ട് പറ്റിയാണ് പറഞ്ഞ ഇതേ വെക്കെ. ഹലോ കേക്കാവോ? കേക്കാം. ലാഗടിക്കുന്നേ. ഓ ഞാൻ ഒന്ന് സേവ് ചെയ്യട്ടെ. ഇവരിവിടെ കിടന്ന് വരാൻ പറഞ്ഞോണ്ടിരിക്കും, വിളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് കഴിക്കാനാണ്. ചുമ്മാ എന്റത് ബഗ്ഗായടാ. ഞാൻ വൈഫൈ മാറിയതാ. അപ്പൊ വരുന്നുണ്ട് പയ്യെ. എന്റെ ഇരുന്ന ഇത് കാണാതെ പോയടാ. എന്താണോ
എന്റെ കയ്യിലിരിക്കുന്ന സാധനം കാണാണ്ട് പോയി. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിന് ഈ പാത്രത്തിന് ഇതുണ്ടെന്ന് പറയല്ലേ, ഇത്ര തവണ പാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളെന്ന്. അതാണോ? അതാണ് ഈ കാണാതെ പോന്നേ. അറിയില്ലല്ലോ. വേറെ മൊയിലും എല്ലാം വന്നോ നോക്കാട്ടോ. മാനെ തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ട്രാപ്പ് കൊള്ളാം കേട്ടോ. ട്രാപ്പ് മാനെ കിട്ടിയോ ട്രാപ്പില്? ആ വരുന്ന അമ്മ വരുന്നു. ഞാനത് പോയിട്ട് വരാടാ. വരുവോ അതോ നോക്കട്ടെ. ചെന്തിന്ന് ഫുഡ് എടുത്തിട്ട്
ആ നാളെ ഞാൻ വന്നോളാം. എടാ ഇവനൊക്കെ എന്താ കേറി ഇറങ്ങി നടക്കുന്നേ? നമ്മളിത് ഓടാ കൊണ്ട് ഓടി ഊച്ചാളി. എടാ നമ്മളെ കമ്പ് കൊണ്ട് കുത്തി വെക്കണോടാ, അല്ലെങ്കിൽ ഇന്ന് രാത്രി പണി കിട്ടും. കുറച്ച് കമ്പ് വേണം, ഒരു 10 കമ്പെങ്കിലും വേണം. എടാ ഈ കെവിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലല്ലോ. ഞാൻ കെവിനെ കൊണ്ട് എന്നെ അടിക്കുന്നതാ ചാവല്ലേ നീ? ഒട്ടും ചത്തല്ല, അത് മാനാണ്. കെവിൻ പോയിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കോടാ. ഇവിടുത്തെ കെവിനെ നോക്ക് ചെയ്തു എന്റെ മുമ്പിൽ വെച്ചു. ചൂച്ചാളിയുടെ ഫോളോമി അടിക്കാം. ഇവിടെ ഒരു കുന്തം കിടപ്പുണ്ടോ? ഒരു പ്രശ്നമല്ലടാ. എന്താ അല്ല കമ്പ് കിട്ടിയോ? കമ്പ് കുറച്ച് കിട്ടിയുള്ളൂ. ഓമാരെല്ലാം ഞാൻ മരുന്നടിക്കട്ടെ. ഇന്ന് ചാവ് കിട്ടോ നമ്മള്? നോക്കാം, ഇവിടെ അടുത്ത് നോക്കാം. എൻ്റെ ഒരു 4-5 ഉണ്ട്. ഈ കീഴെ തന്നെ വെച്ചോ കേട്ടോ, കയറി വരുന്നവൻ ചാവട്ടെ. സാരമില്ല, ഉള്ളത് വെച്ചു. ഞാൻ ഇതിൻ്റെ ഇടയിൽ ട്രാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കെവി എന്താണ് വയ്യാത്ത? അവൻ എന്തിനാ വെളിയിലോട്ട് ഇറങ്ങി പോണേ? ഈ വഴി ഇറങ്ങണ്ട കേട്ടോ. ഈ വഴി ഇറങ്ങാൻ വേണ്ട, ഇതിങ്ങനെ നമുക്ക് കമ്പ് വെച്ച് സെറ്റ് ചെയ്യാം. അയ്യോ, അതൊന്ന് റിപ്പയർ ചെയ്തടാ കമ്പ്. എടീ കെവിനോട് ഗെറ്റ് 6 ഇത് കണ്ടോടാ, മറ്റേ റാക്ക് ഉള്ളതുകൊണ്ടേ ഇങ്ങനെ അടിക്കാം. ഗെറ്റ് 6 ആൻഡ് ഫിൽ ഹോൾഡർ എന്ന് പറഞ്ഞൊരു സാധനം അടിക്കാൻ പറ്റും. മനസ്സിലായോ? എടാ നിന്റെ കുക്കായെന്ന് പറയൂ. മഷ്റൂം അത് ഇത്ര നേരത്തെ ഇപ്പോഴാണ് കുക്കായേ? എവിടെയത്? എന്ത് നീ എടുത്താ? ഇല്ല. എവിടെ? ആറില്ല. എൻ്റെ ഇല്ല. ലെഫ്റ്റ് സൈഡിലല്ലേ ഉള്ള. എൻ്റെ ഉള്ളത് എവിടെ പോയാ? അതുകൊണ്ട് പോയാലും അവിടെ അവന്മാര് വന്നായിരുന്നു ഇടയ്ക്ക്. എടാ ഇത് നോക്കി, ഇതിന് ഇല ഇട്ട് കൊടുക്കണോടാ മുയലിന്. ഇല ഉണ്ടോ നിന്റെ ഇട്ട് കൊടുത്തു. ഞാനും ഇട്ടു. ഇല തിന്നിട്ട് ഒരു മുയലും കൂടെ വേണം തോന്നി. ഏത് മിനിമം? അതെ, അത് വേണം. വാ ഉറങ്ങാൻ നോക്കാം. വാ. ഈ ഉറക്കത്തിനെയാണ് ഫുൾ ടൈം ഇതായി കിടക്കുന്നത്. എനിക്കൊന്ന് നമ്മള് രാവിലെ ഉറങ്ങണമെന്ന് തോന്നുന്നു. വന്നു.
എടുത്തോട്ടോ അത് അപ്പൊ തന്നെ. ആ ട്രൈ ചെയ്യാം. അവന്റെ ചങ്കത്ത് തന്നെ കുത്തി വെച്ചു. അയ്യോ അത് നോക്കാം, അത് കുത്തി വെച്ചേക്കും നോക്ക് ചങ്കത്ത്. എവിടെ? ഓ അങ്ങനെ കൂട്ടി കുത്തി മോണപ്പം നീള ഒന്നും ട്രൈ ചെയ്യാമോ? തൂക്കും നമ്മൾ ഇന്ന് അവന്മാരെ. എടാ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഡിഫൻസ് ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ മണ്ടൊക്കെ എടുത്ത് നോക്കട്ടെ എവിടെയാ ഉത്സവം. അത് നമ്മള് സോളാർ എങ്ങനെയാ വർക്ക് ആവുന്നത് നോക്കിയില്ലല്ലോ. നമ്മളാക്ച്വലി അതിനാ വന്നേ. സത്യമല്ലേ, കമ്പി വേലി വെക്കാൻ നമ്മൾ വന്നേ. നമുക്ക് ഈ സൈഡ് മാത്രം കമ്പി വേലി വെച്ചാൽ മതിയോ? എടാ വേറൊരു കാര്യമുണ്ട്, ഈ ഉറങ്ങുന്നത് നമുക്ക് ഇച്ചിരി നടുക്കോട്ട് കൊണ്ടുവെക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു ഉറങ്ങുന്നതിന്റെ ഇത്ര റേഡിയസ് ആളുണ്ടായാലും ഉറങ്ങാൻ പറ്റാത്ത. ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അത്. നീ ഡിസ്മാൻഡിൽ ചെയ്തേ. ഇവിടെ നടുക്കായിട്ട് ഞാൻ ഇവിടെ കണ്ട് വെക്കാൻ നോക്കിയതാ, പറ്റാനിട്ട് അവിടെ കൊണ്ടുവച്ചു. ഫ്രണ്ടില് കൊറേ ഐറ്റം ഒക്കെ. ലാഗടിക്കുന്ന ഒരു പെണ്ണുമ്പള വന്നതാ കേറിയത്. ആളുണ്ട്. ട്രൈ ചെയ്യണോ? അത് നോക്ക്, അകത്ത് നിൽക്കുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുത്ത. അതെന്താണോ പന്നി? ആരെയാണോ കൂടുന്നുണ്ടാവൻ? അതുപോലെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് വേറെ കാര്യം മനസ്സിലായി. അതായത് ഈ സ്ഥലമില്ലേ, ഇതിന് നമുക്ക് തുറക്കാൻ പറ്റിയൊരു വാതിലുണ്ടാക്കണം, മനസ്സിലായോ? ആ ശരിയാ, ട്രാപ്പ് മൊത്തം വെച്ചിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു വാതില്. അതിനകത്ത് ടോർച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഇവനെ കൊണ്ട കുറെ എണ്ണം കിട്ടുന്നില്ലേ, അമ്പുണ്ടാവില്ലേ കുറെ എണ്ണം. ഇവന്റെ ആർമർ നോക്ക്, ഇവനെ കത്തിച്ചിടാം. അൽഫാം ആയത് അവനെ ഞാൻ കത്തിക്ക. ഓ ഓടിയടാ. ഇതുകൊണ്ട് ഇവന്മാരുണ്ട് ഇവിടെ. ഓടിയാ അല്ല, ആ ട്രാപ്പ് വർക്ക് ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് നോക്ക്. ആടാ വന്നു
എന്റെ എന്റെ എടുത്തോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. എടുത്തില്ല. എടാ നമുക്കേ യൂട്യൂബിൽ നോക്കിട്ട് ഒരു സെറ്റപ്പ് ആക്കിയാലോ ഡിഫൻസ്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കാലാവസ്ഥ മാറി നോക്ക്. ഇവിടെ മഞ്ഞാടാ. എന്റെ കമ്പ് തീർന്നത് എടുത്തു. മാക്സിമം ആയോ? വലുതാണ്. എടാ അതൊക്കെ വരത്തില്ല, ഞാൻ അവനെ കൊണ്ടുവരാം കേട്ടോ. ഇവിടെ മഞ്ഞ കേട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം തോന്നുന്നു. അവൻ ചത്തു. എടാ ഞാൻ വീണത് അറിയാണ്ട്. അവന്റെ എത്ര കമ്പാന്ന് നോക്കി. എന്നെ റിവൈവ് കേട്ടോ. ഓടിയോ, തിരിച്ചോ. ഞാൻ ആ കമ്പെല്ലാം പറ്റുന്ന കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്തൂടെ വരുന്നുണ്ട്. അവന്റെ കൂടെ വേറെ വെറൈറ്റി സാധനം ഉണ്ട്. ഇതാണോ ചുമല? എന്താ ഞാൻ ലൈഫ് ഒന്ന് അടിക്കട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്യാം. ഞാൻ ഇവനെ എറിയും. അവനെ കൊന്നു. അവൻ ചത്തു. അയ്യോ ഇതേതാണോ? അവൻ പറക്കൂടാ. അവനൊന്ന് കത്തിച്ചിട്ടുണ്ട്, മാറിക്ക്. ഞാൻ ചത്തു. ഞാൻ ഇവന്റെ കാര്യം പറയാം. അടുത്ത് കൊറേ ഉണ്ടോ? താഴെ വീണ പിന്നെ അവനെ എണീക്കാൻ സമ്മതിക്കല്ലേ. അടുത്തടുത്ത് അവനൊരു കൈയിട്ടടാ ഉണ്ട്. ഒരെണ്ണം കമ്പ് കൊണ്ട് ഓടിയിടാ. അത് തൂക്കാൻ പോണോ? കളി പോണോ? വേണ്ട വെയിറ്റ് ചെയ്യാം. വരുവാരി വെളിയിലോ നടക്കുന്നത്. എന്താ ഒറ്റ മിനിറ്റ് സാധിക്കേ. ഞാൻ ഓടിയാലാണ്. ഇവിടെ മഞ്ഞ് വീണ നോക്കടാ. ഇത് നോക്കടാ അഷ്കറെ, മഞ്ഞ് വീണിട്ട് കാൽപ്പാട് വീണ് നോക്ക്. നെറ്റ് ശോകോ പണ്ടാ. അവിടെ ഒന്ന് ഉറങ്ങാൻ. അതിന്റെ ആള് വന്നേ. അയ്യോ എന്നെ എന്തായാലും ചെയ്തോ അവന്മാര്. എനിക്ക് ഒട്ടും ലൈഫില്ല. എവിടെയാ നീ? ഇതടിച്ചോ, അകത്ത് കയറിയോ? പോയി. ഇതില്ല, ബെഡില്ല. അതുപോലെ ഈ സ്റ്റാമിനയുടെ അവിടെ ഒരു മഞ്ഞ ഇത് കണ്ടോ, കളർ വ്യത്യാസം കണ്ടോ? ഒരു വെള്ള അവിടെ ഉറങ്ങാൻ നോക്കിയാലോ? നോക്കാം. അവിടെ മെഡ് ഉണ്ട് എനിക്ക് തോന്നുന്നതാടാ. മെഡ് തരാം. മെഡ് വിടും. അയ്യോ വെള്ള ഐസായ സംഭവം എന്താണെന്നറിയോ? വെള്ള ഐസായി. എന്തായാലേ
റിയാലിറ്റി എന്റെ മോനെ. നമ്മൾ ഈ ബേസേ എക്സ്പാൻഡ് ചെയ്യണം എന്തായാലും. രാത്രിക്ക് രാത്രി വെക്കട്ടെ. വെള്ളമേ നോക്ക്, വെള്ളത്തേക്കിടെ വെള്ള ഐസായി. വിന്റർ സീസൺ ആയതുകൊണ്ട് ഇതിലേക്ക് എരുമി വരുവാ. ഞങ്ങൾ രാത്രി ഒരു മാങ്ങയും കണ്ടിരിക്കുക. ഇത് ഓടി വരുന്നു വെള്ളത്തേക്കിടെ. ഇല്ലില്ല, വെള്ളത്തിൽ ഹലോ. ആ നീ വെക്കാൻ ചുള്ളിവടി വെള്ളത്തിൽ കൂടെ വെക്കത്. രാഘവന്റെ ശബ്ദമല്ലേ ഇത്? എടാ ഒരു റാബിറ്റിനെ കൂടെ കൊണ്ടിട്ടുണ്ട്. ആ ഞാൻ സെറ്റ് ചെയ്യാം. ഇത് വെള്ളത്തിൽ കൂടെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് ആരായി ആലോചിച്ച് നോക്ക്. ശശിയായി ശശാങ്കനായി. അങ്ങനെ നമ്മള് വേറെ സ്ഥലത്തോട്ട് പോകേണ്ടി വരുമോ? അപ്പൊ വെക്കാട്ടോ. അങ്ങനെയാണ് നമ്മുടെ ബേസ് ചെറുതാക്കണ്ടത്. ഒത്തിരി വട്ടത്തിൽ വെക്കണ്ട. ആ ഇങ്ങനെ വെക്കട്ടെ. എടാ മീനില്ല ഇനി. അയ്യോ മീൻ തീർന്നല്ലേ. ഇതൊക്കെ അല്ലേ? സൗണ്ട് ഒക്കെ ഉണ്ടോടാ പയ്യനോട്. തുള്ളിവടി കേറി വന്നേ. തുള്ളിയോട് ആ പണി എടുക്കാമോ? തുള്ളിയോട് ഗെയിം സ്ട്രീമിങ്ങിലാട്ടോ. അയ്യോ അത് ഞാൻ പറഞ്ഞത്. എന്താ കേൾക്കുന്നില്ലേ? അല്ല കാണിക്കുന്നില്ല അജന്റിന്റെ സർവർ. അതെന്താ? ആ ഇതാണ് ഞാൻ പറഞ്ഞ ഇഷ്യൂ. എടാ വെളിത്തെ ഇത് പോയി എടുത്താ മതിടാ. ആ അവിടെ ഉണ്ടല്ലേ. സീസൺ മാറിയപ്പോ വേറെ രാജ്യത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടോ? എവിടുന്ന പോയിട്ടുണ്ടേ? എന്തൊരാകാം നിന്റെ പ്രശ്നം? ഇവന്റെ കാണിക്കുന്നില്ല. എന്താ കാണിക്കുന്നില്ല? ഒന്നുകൂടെ അജിന്തൊന്ന് സെർച്ച് ചെയ്തോ? കാൽപ്പാട് വരുന്നുണ്ടോടാ ഐസില്? അജിന്റില്ല. അങ്ങനെ പറയല്ലേ, ഞാൻ ഇവിടെ ഉണ്ട്. ഇല്ല, എന്റെ സെർവറും ഇല്ല. എന്താ ഈ ഇറങ്ങിട്ട് കയറണോ? ആ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്തിട്ട് ഇതൊന്ന് സേവ് ചെയ്യട്ടെ കേട്ടാ. എടാ സാധിക്കാ, നീ യൂട്യൂബിൽ വീഡിയോ നോക്ക്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് നിക്കൂന്നേ. മനസ്സിലായോ? ഇനിയിപ്പോ അടുത്ത തവണ കേറുമ്പോ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മള് രാഘവേന്ദ്രൻ കേറുവല്ലേ, അപ്പൊ കളിക്കുന്നുണ്ടെങ്കിൽ അതും വേണല്ലേ. രാത്രി ഇപ്പൊ രാത്രിയാവും. സേവ് ചെയ്തിട്ട് ഇറങ്ങാം. എന്നിട്ട് രാഘവേന്ദ്രൻ കേറ്റാം. ഒറ്റയ്ക്ക് പണി ചെയ്യണ്ട നമ്മള്. ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ചുറ്റടിക്കാണ്. നീ വന്ന് സേവ് ചെയ്യുവാ. അതുപോലെ വലിയ ബേസ് ഉണ്ടാക്കിയുള്ള ഗുണം എന്താ അറിയോ? നമ്മൾ അത്യാവശ്യം നല്ല ഡിഫൻസ്. നമുക്ക് അത്യാവശ്യം നല്ല ബേസ് ഉണ്ടെങ്കിലേടാ നമുക്ക് എവിടെ വേണേലും ഉറങ്ങാന്നാണ് എന്റെ ഒരു നിഗമനം. മനസ്സിലായോ? അടുക്കായിട്ട് ഉറങ്ങാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വേറൊരു സ്ഥലത്തോട്ട് പോയി ബേസ് ഉണ്ടാക്കേണ്ട വരും. ഇനി ആദ്യം തൊട്ട് ബേസ് ഉണ്ടാക്കുന്ന ശോകാവസ്ഥ. അത് സത്യം.